വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് എന്നിവ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൽ മാറ്റം വരുത്താവുന്നതാണ്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും, 3 ഗ്രാമ്പൂവും, 2 ഏലക്കയും, 1 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. 1/2 കപ്പ് സോയ ചങ്ക്സ് നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് അതിലേക്ക് ഇട്ട് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി പിന്നെയും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ഒത്തിരി വലുതാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് നടുവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, അതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ കോണും കൂടെ ചേർത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചേർത്തിട്ട് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു. നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നപ്പോൾ അതിലേക്ക് കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. വറുത്ത് മാറ്റിയ അതേ നെയ്യിലേക്ക് തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പെരിഞ്ചീരകം 1 ടീസ്പൂൺ, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പു, ഏലയ്ക്ക ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള അതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഈ സമയം നമ്മൾ മിക്സിയുടെ ജാറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് ആ പേസ്റ്റ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം നന്നായിട്ട് പോയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും 2 മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം പോകുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി നേരം ഇളക്കരുത്, അതൊന്ന് കുഴഞ്ഞു പോകും നന്നായിട്ട്. അപ്പോൾ 1 മിനിറ്റ് നേരം കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളോട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും നേരമായിട്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ആ പച്ചക്കറിയും സോയ ചങ്ക്സും ബാക്കിയുള്ള മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിടുക. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, കണ്ടില്ലേ, കറക്റ്റായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് ഒന്ന് മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റത്തോളം ഒക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില നമ്മൾ നന്നായിട്ട് പുതിനയും മല്ലിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ 2 കപ്പ് അരി 20 മിനിറ്റ് നേരം കുതിർത്തി വെച്ച ജീരകശാല റൈസാണ്. അതിനുശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതാണ്. 2 കപ്പ് ജീരകശാല റൈസും കൂടെ ചേർത്തിട്ട് ആ വെജിറ്റബിളിൻ്റെ മിക്സിൽ അതോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് 1-2 തവണ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും. ഇനി അതിലേക്ക് ചൂടുവെള്ളം 1 കപ്പ് റൈസിന്
1.25 കപ്പ് എന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഓരോരോ കുക്കറിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. അതുപോലെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പും കൂടെ വെള്ളം എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. 1 കപ്പ് റൈസിന് 1.25 കപ്പ് എന്ന രീതിയിൽ 2 കപ്പ് റൈസിന് വേണ്ടിയുള്ള വെള്ളം, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അധികവും ചേർത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കിയ ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിന് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലിന് ഒന്ന് വേവിച്ചെടുത്ത ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു വിസിലിന് വേവിച്ചെടുത്ത് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയ ശേഷം സെർവിങ് ബൗളിലോട്ട് മാറ്റിയതാണ്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ച സവാള, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബിരിയാണി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.